വീണ്ടും ഒരു ഹജ്ജ് കാലം കൂടി പൂർത്തിയാവുകയാണ്. അറഫ സംഗമം കഴിഞ്ഞ് ഹാജിമാർ വീണ്ടും മിനായിൽ തിരികെ എത്തിയിരിക്കുന്നു. ഇനി വിടവാങ്ങലിൻ്റെ സമയമാണ്. ഹജ്ജ് ഇത്തവണ ഏറെ മാറ്റങ്ങൾ കൂടിയാണ് സാക്ഷ്യം വഹിച്ചത്. ഹജ്ജ് എന്ന വാക്കിന്റെ അർത്ഥം കരുതുക എന്നാണ്. ഇസ്ലാമിക രീതി പ്രകാരം മക്കയിലെ കാബ കേന്ദ്രീകരിച്ച് ചന്ദ്രവർഷത്തിലെ അവസാന മാസമായ ദുൽഹിജ്ജ മാസത്തിലാണ് ഹജ്ജ്. നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് കാബ പുനർനിർമ്മിച്ച് ഇബ്രാഹിം നബി നടത്തിയ പ്രഖ്യാപനമാണ് ഹജ്ജിന് തുടക്കം കുറിച്ചത്. പിന്നീട് ജനസമൂഹങ്ങൾ വിവിധ വംശങ്ങളുടെയും ജാതികളുടെയും വർണ്ണങ്ങളുടെയും ഗോത്രങ്ങളുടെയും മഹിമയിൽ സ്വന്തം നിലക്കവയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി. ഇസ്ലാമിലെ അവസാന പ്രവാചകനായി മുഹമ്മദ് നബി നിയോഗിക്കപ്പെട്ട് 22 വർഷം പൂർത്തിയായ സമയം ഹിജ്റ വർഷം 9 അങ്ങനെ ഹജ്ജ് ഇസ്ലാമിലെ നിർബന്ധ കർമ്മമാകുന്നത്. സമ്പത്തും ആരോഗ്യവുമുള്ള ഇസ്ലാം മതവിശ്വാസിക്ക് നിർബന്ധമായ കർമ്മമാണ് ഹജ്ജ്. ഹിജ്രി കലണ്ടറിലെ ദുൽഹജ്ജ് മാസം 8 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിലാണ് ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്നത്. ഹജ്ജ് നിർവഹിക്കാൻ തീരുമാനിക്കുന്ന വിശ്വാസികൾ ജീവിതത്തിൽ ഇതിനായി പണം മാറ്റിവെക്കും. അങ്ങനെയാണ് മക്കയിലെത്തുന്നത്. ഇന്ന് സർക്കാർ കോട്ട വഴിയോ സ്വകാര്യ ഏജൻസി വഴിയോ ഹാജിമാരെത്തും. നിലവിലെ രീതി പ്രകാരം ഹജ്ജ് കർമ്മം മക്കയിൽ സുഗമമാക്കാൻ ഹജ്ജ് ഏജൻസികൾ അഥവാ മുത്തവ്വിഫുകൾക്കാണ് ചുമതല. 40ഓളം ഹജ്ജ് ഏജൻസികൾ നിലവിലുണ്ട്. പരമ്പരകളായി ഹാജിമാരെ സേവിക്കുന്നവരാണിവർ. ഓരോ വർഷവും ഈ ഏജൻസികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. പണ്ടത് മക്കയിലെ കുടുംബങ്ങളായിരുന്നു. ഇന്ന് ലക്ഷക്കണക്കിന് പേരെത്തുന്നതിനാൽ ഇവയെ ഏജൻസികളാക്കി ഭരണകൂടം മാറ്റി. ഹാജിമാർ സൗദിയിൽ ഇറങ്ങുന്നത് മുതൽ ഇവർ മടങ്ങിപ്പോകുന്നത് വരെയുള്ള അവരുടെ സേവനം ഉറപ്പാക്കുന്നത് ഈ ഹജ്ജ് കമ്പനികളാണ്. കമ്പനികളുടെ സർവീസുകളുടെ ഗുണനിലവാരം അളക്കുവാനും സംവിധാനങ്ങളുണ്ട്. ഓരോ രാജ്യങ്ങളുടെയും കോൺസുലേറ്റുകളാണ് ഹജ്ജ് ഏജൻസികളുമായി തീർത്ഥാടകരുടെ സേവനത്തിനായി കരാറിൽ ഒപ്പുവെക്കുക. ഇതോടെ ഒരു ഹാജിയുടെ മുഴുവൻ ഉത്തരവാദിത്തവും അയാൾ നാട്ടിലേക്ക് മടങ്ങുന്നതുവരെ ഹജ്ജ് ഏജൻസിക്കാണ്. മക്കയിലെത്തുന്ന ഹാജിക്ക് കഴുത്തിൽ ID കാർഡും കയ്യിൽ ഡാറ്റ വളയും ഉണ്ടാകും. ആരെങ്കിലും വഴിതെറ്റിയലഞ്ഞാൽ അവരെ കൃത്യമായി റൂമിലെത്തിക്കാനാണ് ഇത്. ഇത്തവണ നുസൂക്ക് എന്ന പേരിൽ പ്രത്യേക കാർഡാണ് ഹാജിമാർക്ക് നൽകിയത്. ഇതായിരുന്നു ഹജ്ജിന്റെ പെർമിറ്റായി പരിഗണിച്ചതും. തൽബിയത്ത് മന്ത്രം അഥവാ നിന്റെ വിളി കേട്ട് ഞാനിതാ എത്തിയിരിക്കുന്നുവെന്ന അള്ളാഹുവോടുള്ള മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ് വിശ്വാസികൾ മക്കയിൽ ഹജ്ജിനായി എത്തുന്നത്. കാബ വലയം ചെയ്ത ശേഷം അവർ സഫ മർവ കുന്നുകൾക്കിടയിൽ പ്രയാണം നടത്തും. ഈ ഉംറ കർമ്മം കഴിഞ്ഞാൽ ലോകത്തിന്റെ വിവിധ ഭാഗത്തെത്തിയ ഹാജിമാർ മക്കയിലെ താമസ സ്ഥലങ്ങളിൽ തങ്ങും. എല്ലാവരും ഒരുമയോടെ ഹജ്ജ് ദിവസങ്ങൾക്കായി കാത്തിരിക്കും. ഇന്ത്യക്കാർക്ക് മക്കയിലെ അസീസിയയിലാണ് താമസ സൗകര്യം. മിന, അറഫ, മുസ്ദലിഫ, ജംറ എന്നീ സ്ഥലങ്ങളാണ് ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ നടക്കുന്ന പുണ്യസ്ഥലങ്ങൾ. ഇവിടേക്ക് പോകാനുള്ള നീക്കങ്ങൾക്കായി ഹാജിമാരെല്ലാം ആദ്യം പോകുന്നത് തമ്പുകളുടെ താഴ്വരയിലേക്കാണ്, അതായത് മിനായിലേക്ക്. ദുൽഹജ്ജ് 8-ാം തീയതിയാണ് അവിടേക്ക് എത്തുന്നത്. മക്കയിലെ താമസ സ്ഥലത്ത് നിന്നും ഹജ്ജ് ഏജൻസികൾ ഏർപ്പെടുത്തുന്ന ബസ്സിലാണ് ഹാജിമാർ മിനായിലേക്ക് പുറപ്പെടുന്നത്. എല്ലാ ഹജ്ജ് സ്ഥലങ്ങളിലും ഈ ഹജ്ജ് ഏജൻസികൾ തന്നെ ഹാജിമാർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി വെക്കും. അവിടേക്ക് എത്തിക്കുന്നതും ഇവർ തന്നെയാണ്.
20 ലക്ഷം ഹാജിമാരെത്തുന്നതിനാൽ ഭക്ഷണമടക്കം എല്ലാം തയ്യാറാക്കുക ഹജ്ജ് ഏജൻസികൾ തന്നെയാണ്. തീപിടുത്തമടക്കം ഒഴിവാക്കാനുള്ള സംവിധാനങ്ങളും മുന്നറിയിപ്പും നേരത്തെ തന്നെ നൽകാറുണ്ട്. മക്കയിലെ കഅബക്കരികിൽ നിന്നും ഏതാണ്ട് 5 കിലോമീറ്റർ അകലെയാണ് മിന താഴ്വര. മിനായിലേക്ക് ഹജ്ജ് സമയത്ത് ഹജ്ജ് ഏജൻസികളുടെയും സർക്കാരിന്റെയും സുരക്ഷാ വിഭാഗത്തിന്റെയും വാഹനങ്ങൾക്ക് മാത്രമാണ് പ്രവേശനം. അല്ലാത്ത എല്ലാ സ്ഥാപനങ്ങളും പ്രത്യേകമായി പെർമിറ്റ് ഇതിനായി സ്വന്തമാക്കണം. മിന പ്രദേശത്തിനകത്ത് ഹാജിമാർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാം. ദുൽഹജ്ജ് 8-നാണ് ഹജ്ജിന്റെ തുടക്കം. അന്ന് രാത്രി ഹാജിമാർ മിനായിൽ താമസിക്കും. പ്രാർത്ഥനകളോടെ പുലർച്ചെ വരെ അറഫ ദിനത്തിലേക്കുള്ള ഒരുക്കമായിരിക്കും. പിന്നെ ദുൽഹജ്ജ് 9-നാണ് അറഫ സംഗമം. ഇതിനായി പുലർച്ചെയോടെ ഹാജിമാർ അറഫയിലേക്ക് നീങ്ങും. ബസ്സിലും മെട്രോയിലുമായിരിക്കും യാത്ര. ഈ യാത്രയിൽ ഭൂരിഭാഗം ഇന്ത്യക്കാർക്കും മെട്രോ ട്രെയിൻ സംവിധാനം ലഭിക്കാറുണ്ട്. ഹജ്ജിന്റെ പുണ്യസ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ഹജ്ജ് കാലത്ത് മാത്രം പ്രവർത്തിക്കുന്ന ഈ മെട്രോ സർവീസ്. ട്രെയിനിന് 80 കിലോമീറ്റർ വേഗതയാണ് മണിക്കൂറിലുള്ളത്. ബസ്സിലാണെങ്കിൽ മിനായിൽ നിന്നും അറഫയിലേക്ക് അരമണിക്കൂറാണ് എടുക്കുക. ട്രെയിനിനാകട്ടെ 20 മിനിറ്റോളവും. എങ്കിലും ട്രെയിൻ സ്റ്റേഷനിലേക്ക് എത്തുവാൻ ഏറെ നേരം പലപ്പോഴും കാത്തിരിക്കേണ്ടി വരാറുണ്ട്. ഓരോ ഹജ്ജിലെയും ഹാജിമാരുടെ എണ്ണത്തിന് അനുസരിച്ചായിരിക്കും ഈ ക്രമീകരണം. മിനായിലെ പോലെ തമ്പുകളാണ് ഇപ്പോൾ അറഫയിലും. കത്തുന്ന ചൂടിനെ പ്രതിരോധിക്കാനാണിത്. മിനായിൽ നിന്നും എത്തുന്ന ഹാജിമാർ അറഫയിൽ അല്പനേരം ഉറങ്ങും, പ്രഭാത നമസ്കാരം വരെ. അറഫയാണ് ഹജ്ജിലെ പ്രധാന കർമ്മം. ഉച്ചക്കുള്ള അറഫ പ്രഭാഷണത്തിന് മുന്നോടിയായി അറഫയിലെത്തിയാൽ ഹജ്ജ് ലഭിക്കും. അറഫയിൽ എത്താൻ സാധിക്കാത്തവർക്ക് ഹജ്ജ് ലഭിക്കില്ല. ഇതിനാൽ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ വരെ മെഡിക്കൽ സംവിധാനങ്ങളോടെ അറഫയിലെ മെഡിക്കൽ കേന്ദ്രങ്ങളിലേക്ക് ഉച്ചയ്ക്ക് മുന്നോടിയായി എത്തിക്കും. ഉച്ചയോടെ അറഫയിലെ നെമിറ പള്ളിയിൽ അറഫ പ്രഭാഷണം തുടങ്ങും. ഇത്തവണ ആഗോള മുസ്ലിങ്ങളുടെ വിഷയമായ ഫലസ്തീനും അറഫ പ്രഭാഷണത്തിൽ നിറഞ്ഞു. وادعوا لإخواننا في فلسطين الذين مسهم الضر وتألموا من أذى عدوهم سفكا للدماء وإفسادا في البلاد ومنعا من ورود ما ഹജ്ജിലുടനീളം അവർക്കായി പ്രാർത്ഥിക്കണമെന്നും ഇമാം ആഹ്വാനം ചെയ്തു. ഇസ്ലാം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നുവെന്ന ശ്രദ്ധേയമായ പ്രവാചകന്റെ മനുഷ്യാവകാശ പ്രഭാഷണം സ്മരിച്ചുകൊണ്ടാണ് അറഫ പ്രഭാഷണം നടക്കുന്നത്. ഉച്ചയോടെ നമസ്കാരങ്ങൾക്ക് ശേഷം അറഫ സംഗമത്തിന് തുടക്കമാകും. സൂര്യാസ്തമയം വരെ ഹാജിമാർ അതിരുകളൊന്നുമില്ലാതെ എല്ലാ മനുഷ്യരും ഒരേ വസ്ത്രത്തിൽ ഒരേ മാനസികാവസ്ഥയിൽ അറഫയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. സൂര്യാസ്തമയത്തോടെ ഹാജിമാർ അറഫയിൽ നിന്നും നീങ്ങും. നേരത്തെ വന്നപോലെ ട്രെയിനിലും ബസ്സിലുമായിരിക്കും ഇത്. ഹജ്ജിന് ശേഷം പ്രവാചകരും സംഘവും ആകാശം മേൽക്കൂരയാക്കി വിശ്രമിച്ച സ്ഥലമാണ് മുസ്ദലിഫ. അവിടെ ഹാജിമാർ അല്പനേരം വിശ്രമിക്കും. ഇവിടെ നിന്നാണ് തുടർന്നുള്ള 3 ദിനങ്ങളിലേക്കുള്ള കല്ലേറ് കർമ്മത്തിനുള്ള കല്ലുകൾ ശേഖരിക്കുന്നതും. എല്ലാ മനുഷ്യരും ഒരുപോലെ ഈ മണ്ണിൽ വിശ്രമിക്കും. പുലർച്ചയോടെ നേരത്തെ വന്ന അതേ യാത്രാമാർഗത്തിലൂടെ ഹാജിമാർ മിനായിലേക്ക് തിരിക്കും. ദുൽഹജ്ജ് 10-നാണിത്, അതായത് ബലി പെരുന്നാൾ ദിനം. അന്നാണ് ഹാജിമാർക്ക് ഏറ്റവും തിരക്ക് പിടിച്ച ദിനം. അവർ ആദ്യം ചെന്ന് കല്ലേറ് കർമ്മം പൂർത്തിയാക്കും. പിന്നീട് ബലികർമ്മം നടത്തും. ഇതിനായി പ്രത്യേകം സംവിധാനം സൗദി ഭരണകൂടത്തിന് കീഴിലുണ്ട്. ബലിമാംസം ദരിദ്ര രാഷ്ട്രങ്ങളിലേക്കാണ് നൽകാറുള്ളത്. കല്ലേറ് കർമ്മം പൂർത്തിയാക്കി ഹാജിമാർ കഅബക്കരികിലെത്തും. ഹജ്ജിന്റെ തവാഫ് പൂർത്തിയാക്കും. സഫ മർവ പ്രയാണവും. ഇതിനുശേഷം മുടി മുറിക്കുന്നതോടെ ഹാജിമാരുടെ പ്രധാന കർമ്മങ്ങൾ പൂർത്തിയാകും, അഥവാ ഹജ്ജിന് അർദ്ധവിരാമമാകും. പിന്നീട് ഹാജിമാർ മിനായിലേക്ക് തന്നെ തിരികെ വരും. ഈ കർമ്മങ്ങളെല്ലാം കഴിയുന്നതോടെ അവശരായിരിക്കും ഹാജിമാർ. മിനായിൽ തങ്ങുന്ന അവർക്ക് പിന്നീട് കല്ലേറ് കർമ്മം മാത്രമാണ് തുടർന്നുള്ള 3 ദിനങ്ങളിൽ ഉണ്ടാവുക. കല്ലേറ് കർമ്മത്തിനായി ഓരോരുത്തർക്കും പ്രത്യേകം സമയം നൽകും. കുഞ്ഞു കല്ലുകളാൽ അവർ ജംറയിലെത്തും. ഉള്ളിലെ അഹന്ത, ഞാനെന്ന ഭാവം എല്ലാം ഇവിടെ എറിഞ്ഞുടയും. ദൈവത്തിനു വേണ്ടി
എന്തും ഉപേക്ഷിക്കുമെന്ന പ്രഖ്യാപനം കൂടിയുണ്ട് ജംറയിൽ പറന്നു പോകുന്ന ഓരോ കല്ലിലും. ഒറ്റക്കല്ല് ആഴ്ത്തിവെക്കുന്ന മണ്ണിലേക്ക് മടങ്ങേണ്ട മനുഷ്യനെ പുതിയൊരു മനുഷ്യനാക്കി അറഫയും മിനയും മുസ്ദലിഫയും മാറ്റിക്കൊണ്ടേയിരിക്കും.